ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോ ഖത്തറിലെ കോർണിഷിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു പുതിയ റെസിപ്പിയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കുക്കറാണ്. ആ കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി അങ്ങനെയുള്ള സാധനമൊക്കെ ഞാൻ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ വലിയ പീസാക്കിയിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. രണ്ട് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും കൂടി ഇതേപോലെ തന്നെ ക്രഷ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. അത് 3ഉം കൂടി ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ഞാൻ ആ ചിക്കനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം മുളക് പൊടിയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ മസാല ചിക്കനിലേക്ക് എല്ലായിടത്തും എത്തുന്നത് വരെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രമാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. 4 വിസിലടിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ 1 സ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടി സ്റ്റൗവിലേക്ക് വെച്ച് ഇതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഖത്തറിലെ കോർണിഷിലാണ് പോയത്. അപ്പോൾ അവിടെ നല്ലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിലുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിക്കോളൂ. നല്ല ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.